ജയിക്കും എന്ന് പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ അലഞ്ഞേരിഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ജയിക്കാത്തത്. പണവും ശക്തിയും നമ്മൾ പൂർണ്ണമായും കളത്തിലേക്ക് ഇറക്കണം. ഇപ്രാവശ്യം നമ്മൾ ജയിച്ചിരിക്കും. നമ്മളെ തോൽപ്പിക്കാൻ ഇവിടെ ആരുമില്ല. ഇന്ന് കാലത്ത് 10 മണിക്ക് മുൻ കേന്ദ്രമന്ത്രി ശ്രീമാൻ നീലകണ്ഠൻ തന്റെ മണ്ഡലത്തിലെ പ്രവർത്തകരുമായി ഇലക്ഷനെ കുറിച്ചുള്ള കൂടിയാലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അജ്ഞാതരായ ചിലരാൽ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെടുകയുണ്ടായി. പട്ടാപ്പകൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് ജനങ്ങൾ മുഴുവൻ ഭീതിയിലാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർ നാട് മുഴുവൻ അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് പിന്നിൽ കേന്ദ്രമന്ത്രി ശിവശങ്കരനാണെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർ ആരോപിച്ചു. നാട് മുഴുവൻ അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷങ്ങളായി ഇവർക്കിടയിലുള്ള പൂർവ്വ വൈരാഗ്യമാണ് ഈ കൊലയ്ക്ക് കാരണമെന്നാണ് സംശയിക്കപ്പെടുന്നത്. അതെ, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് ഇത് എങ്ങോട്ടാ മുങ്ങിയേ? ചേട്ടന്റെ വീട്ടിലേക്ക് പോ. ഏത് ചേട്ടന്റെ വീട്ടിലേക്കാ? ചേട്ടന്റെ വീട്ടിലേക്കാ? ചുമ്മാരി, അവളുടെ അമ്മ വയ്യാതെ കിടക്കോ. അമ്മയും സെന്റിമെന്റ്സ് ഒന്നും കൊണ്ടുവരല്ലേ. നിന്നെ പറ്റിയുള്ള കംപ്ലീറ്റ് സാവര ജംഗമ വസ്തുക്കൾ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു കേട്ടാ. എന്നെ പറ്റി എന്താണ് നിനക്ക് അറിയുന്നത്? നിന്റെ റെയിൽ പാളത്തിൽ കൂടെയാണ് അമ്മ വണ്ടി ഓടിക്കാൻ പോകുന്നേന്ന് അല്ലേ? പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് അടിക്കുന്ന എന്തിനാ? എന്നെ പ്രേമിച്ച് പറ്റിച്ചിട്ട് അടിക്കുകയാണല്ലേ? ഞാനാണ് നിന്നെ ലവ് ചെയ്തത്. നീയല്ലേ എന്റെ പുറകെ നടക്കുന്നത്. കുടിച്ചിട്ട് വന്ന് തോന്നുന്നത് പറയുന്നോ? ശരി, ഞാൻ നിന്നെ പ്രണയിക്കാന്ന് തന്നെ ഇരിക്കട്ടെ. ഞാൻ എവിടേക്ക് പോകുന്നത് നിനക്കറിയാലോ. നീ ശരിക്കും ഒരാണാണെങ്കി അബുവിന്റെ അടുത്തുനിന്ന് നീ എന്നെ വിളിച്ചോണ്ട് പോ, കാണാം. ഞാനാണെന്നോ അല്ല കേട്ടാ. പിന്നെ എന്ത് മണ്ണാങ്കട്ടയ്ക്കാടാ നീ എന്നെ സ്നേഹിച്ചത്? അല്ല, അതിനു വേണ്ടിട്ടാ. എന്തിനു വേണ്ടി? അതിനു വേണ്ടിയാന്ന് പറഞ്ഞില്ലേ? ആ ചേച്ചിക്ക് കാര്യം മനസ്സിലായി. അങ്ങനെയാണെങ്കിലും അബുവിന്റെ അടുത്തുനിന്ന് എന്നെ രക്ഷിക്കും. അബുന്റെ മുന്നിലേക്ക് എന്നെ തള്ളിവിട്ട് എന്നെ പടവാക്കാൻ നോക്കുകയാണല്ലേ. നിന്നേക്കാൾ കൂടുതൽ ഞാൻ എന്നെ തന്നെയാ സ്നേഹിക്കുന്നത്. നിന്നെ എനിക്ക് ആവശ്യമില്ല. വരട്ടെ. ചിക്ക് 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 ചിക്ക്. സാറേ, എന്തെങ്കിലും തന്ന് സഹായിക്കണം സാറേ. സാറേ, എന്തെങ്കിലും താ സാറേ. ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി സാറേ. ഈ കുഞ്ഞിനെ ഓർത്തെങ്കിലും എന്തെങ്കിലും തരണേ സാറേ. മൂക്കുമുട്ട കുടിച്ച് ബോധം കെട്ട് കിടക്കുന്ന കണ്ടില്ലേ? ഇവനെ ഞാൻ എങ്ങനെ എഴുന്നേപ്പിക്കും ഇപ്പം? ഡാ ജീവ, ജീവ എഴുന്നേക്കടാ. ജീവ, അയ്യോ, ഈ ടാങ്ക് മുഴുവൻ ബിയർ അടിച്ച് കയറ്റിയിരിക്കുക. ഇവനെ ഞാൻ എങ്ങനെ എഴുന്നേപ്പിക്കും? എടോ, ഞാൻ പ്രേമനൈരാശ്യം മൂത്ത് നല്ല കൂർക്കം വലിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഡിസ്റ്റർബ് ചെയ്യാണ്ട് പോയാ കൊണ്ട്. അതിനൊന്നും ഒരു കുറവുമില്ല. എടാ, നീ ഇങ്ങനെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങിയാ നിന്നെ സ്നേഹിക്കുന്ന ആ പെങ്കൊച്ചിന്റെ അവസ്ഥ എന്താവുന്നൊന്ന് ആലോചിക്കടാ. എന്റെ അവസ്ഥ എന്താവൂടാ? മുട്ടുകാരെ നിന്നിങ്ങനെ തത്വം പറയാതെ ഒന്ന് പോവാൻ നോക്കേണ്ട ചേട്ടാ. നിനക്ക് ഞാൻ നല്ലൊരു ഷഡ്ഡി വാങ്ങിച്ചു തരാടാ. എനിക്കൊരു ചെറിയ ഹെൽപ്പ് ചെയ്യടാ. നീ ഹെൽപ്പ് ചോദിക്കുമ്പോ മാത്രം ഇങ്ങനെ മാന്യമായിട്ട് ചോദിക്കാല്ലേ, അല്ലാത്തപ്പോ എന്താ പ്രശ്നം? എന്റെ സ്വഭാവം അങ്ങനെ ആയി പോയതാടാ. പണം തട്ടി എടുക്കുന്ന പരിപാടിയില് ആ ഡ്രൈവർ ചെക്ക് പോസ്റ്റിൽ പെട്ടുപോയടാ. നീ വന്ന് വണ്ടി ഒന്ന് ഓടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കടാ. നീ നിനക്ക് അതിന് പറ്റും. എന്നെ കൊണ്ട് പറ്റില്ല. ഡാ ഡാ 10 ലക്ഷം രൂപ തരാടാ. എന്താ 10 ലക്ഷം? അതേടാ, ഉള്ളതാണല്ലോ അല്ലേ? എടാ, എന്റെ മോളെ ഞാൻ നിനക്ക് കെട്ടിച്ചു തരില്ല എന്ന് പറഞ്ഞത് എത്രയ്ക്ക് സത്യമാണോ അതിനേക്കാളും 200% സത്യമാണോ ഇത്? അപ്പോ ഡീൽ. നീ എന്താ കാണിക്കുന്നത്? എന്റെ കാറിന്റെ ബാറാ? അല്ല ജീവ, നിന്റെ കാറ് കെട്ട ഒരു ബാർ ലുക്ക് ഉണ്ടല്ലോ. ഓക്കെ, ഇറങ്ങാൻ നോക്ക്. എടാ ജീവ, ഞാനും കൂടെ വരട്ടേടാ. എന്റെ പൊന്ന്, കൊള്ളയടിക്കാൻ പോയാൻ. അല്ല ജീവ, ഇതെന്താടാ ഇവന്റെ മുഖം കാണാത്ത? എന്നാ നമുക്ക് പോയാലോ? ഇവന്മാരെന്താ അമ്മായിയമ്മയുടെ വീട്ടിൽ പോയി ഫുഡും കഴിച്ചോണ്ടിരിക്കുന്ന പോലെ ഇവിടെ തന്നെ അങ്ങ് സെറ്റിലായോ? കൊള്ളയടിക്കാൻ പോയ 2 തടിയന്മാരെയും കാണുന്നില്ല. സാധനം വാങ്ങിക്കാൻ പോയ ജീവൻ ഉണ്ടായിരുന്നു, അവനെയും കാണുന്നില്ല. ഞാനിവിടെ വന്ന് തനിച്ച് പെട്ടുപോവോ? പോലീസ്. സാറേ, രാത്രി ഇവിടെ എന്താ പരിപാടി? മൂത്രം ഒഴിക്കാൻ നിന്നാ സാറേ. സാറേ, ഞാനല്ല സാറേ, അവന്മാരെ സാറേ ഓടിക്കാൻ വന്നേ.
പോലീസുകാരനെ മേത്ത് കൈ വെക്കും. എടാ, നിന്നെ, ഡാ. ഡാ, ഡാ, അരുത്, വേണ്ട. നമസ്കാരം. ഇന്ന് പലയിടങ്ങളിലായി ലഹള നടന്നുകൊണ്ടിരുന്ന അതേസമയം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഗസ്റ്റിൻ കുരുവിള അദ്ദേഹത്തിന്റെ സ്വന്തം വസതിയിൽ ഉണ്ടായിരുന്ന സമയത്ത് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച യുവാക്കളെ പോലീസ് തടയാൻ ശ്രമിച്ചു. ആ സംഘടനത്തിൽ 2 പോലീസ് കോൺസ്റ്റബിൾ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ സ്വത്തുവകകൾ മോഷ്ടിക്കപ്പെട്ടതായി പോലീസ് സംശയിക്കുന്നു. ബായ്, അവന്മാര് കൊണ്ടുപോയ കാശ് ഇതുവരെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. ആ പെണ്ണിനെ പൊക്കിയാലോ? വണ്ടി നിർത്തി, വണ്ടി നിർത്താൻ പറഞ്ഞ കേട്ടില്ല. നിർത്താൻ. വേണ്ട വേണ്ടെന്ന് പറഞ്ഞിരുന്നാ പറ്റില്ല. ഈ കല്യാണം നടന്നേ പറ്റൂ. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിന്റെ അമ്മയെ പറ്റിയോ നിന്റെ കുടുംബത്തെ പറ്റിയോ നീ ആലോചിക്കുന്നുണ്ടോ? എന്റെ തലയിലെഴുത്തെന്ന് പറഞ്ഞാ മതിയല്ലോ. നീ എന്താ ഇങ്ങനെ? ഈ കല്യാണത്തിന് സമ്മതിക്കുന്നോ അതോ ഇല്ലേ? ഇല്ല. എന്നാ പിന്നെ നീ ചാവുന്നാ നല്ലത്. ശരി, ഞാൻ ജീവൻ കളഞ്ഞോളാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാ എല്ലാം ശരിയാവുന്ന. ഒരു തവണ നീ നിന്റെ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരെ മാനം കെടുതല്ലേ നിനക്കൊരു പ്രശ്നമില്ലല്ലേ? ഞങ്ങളെയൊക്കെ ജീവനോട് കാണണമെങ്കിൽ നീ കല്യാണം സമ്മതിച്ചേ പറ്റൂ. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഓടിക്കൊണ്ടിരിക്കുക. അളിയൻ കാശ് കൊണ്ട് തന്നിട്ട് ജാൻസി മാഡത്തിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. കാശ് എവിടെ? വെളിയിൽ കാറിലിരിപ്പുണ്ട്. കാശ് ഇപ്പോ അവിടെ എത്തിക്കാണും. ഹലോ, കാശ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഫോണൊന്ന് ഗണേഷിന്റെ കൈ കൊടുക്കൂ. ഹലോ. അല്ല നീ? അല്ല, ഞാൻ പുള്ളിയുടെ അളിയനാണ്. ശരി, സാരല്ല. അബുവിന്റെ ഫോൺ കൊടുക്കാം. ഒന്ന് ഹോൾഡ് ചെയ്യണേ. അബു, വെരി സോറി അബു. ഈ പയ്യനെ കേൾപ്പിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും നിങ്ങളുടെ പൈസ എടുത്തിട്ട് ആ പയ്യനെ തീർത്തേ. ഒന്നുകൂടെ പറ. അബു, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പണം എടുത്തിട്ട് അവനെ തീർത്തേക്കാൻ. അവൻ ജീവനോടെ ഇരുന്ന നിങ്ങൾക്ക് എനിക്കും പ്രശ്നമാണ്. ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ. അയാളുടെ മോനെ പറഞ്ഞേച്ചേക്ക് അങ്ങോട്ട്. ഇവൻ പോയില്ല. അബൂജി, കാറിൽ പൈസയൊന്നുമില്ല. പൈസ കൊടുത്തു പറയണം. അബു, അയ്യോ, അയ്യോ, അബു, 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 അയ്യോ.